എല്ലാ സുഹൃത്തുക്കൾക്കും ഡിജിമാർക്ക് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് സൈറ്റുകൾ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളെ നമ്മളിന്ന് പരിചയപ്പെടും. എങ്ങനെയാണ് ആ സൈറ്റിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകണോ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും എവിടെയെങ്കിലും കുറച്ച് നാൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് നിങ്ങളുടെ ഫോക്കസിങ് ഏരിയ, അത് സോഷ്യൽ മീഡിയ ആവാം, SEO ആവാം, എന്തുമായിക്കോട്ടെ, ആ ഒരു ഏരിയ പഠിച്ചെടുത്തതിന് ശേഷം മാത്രം ഫ്രീലാൻസിങ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ നല്ല രീതിയിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് റേറ്റിംഗ്സും അതുപോലെ ഒരുപാട് വർക്കുകളും ഒക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നത്. ഇതുവരെയായിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് മാത്രമല്ല, ടെക്നിക്കൽ സ്കില്ലുള്ള എല്ലാ വ്യക്തികൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഫൈവർ. ഫൈവറിൽ നിങ്ങൾക്ക് ഒരു സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഫൈവറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന സ്കില്ല് വെച്ചിട്ട് അവിടെ പല ഗിഗുകളായിട്ട്, വർക്കുകളെ അല്ല, നമ്മുടെ സ്കില്ലുകൾ അവിടെ ഗിഗാണ്, GIGS, ഗിഗ്സ് ആയിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ ഓൺലൈനിലായിരിക്കണം. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും നമ്മൾ കയറി വരും. ഓരോരുത്തർക്കും സെല്ലർ റേറ്റിംഗ് ഉണ്ട്. റേറ്റിങ്ങിനനുസരിച്ച് നമുക്ക് വർക്കുകൾ കിട്ടും. $5 മുതൽ ഒരുപാട് രൂപയ്ക്ക് വരെ നമുക്കവിടെ നമ്മുടെ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വെക്കാം. ആദ്യമൊക്കെ വർക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നമ്മൾ ഫൈവറിൽ രജിസ്റ്റർ ചെയ്യണം സെല്ലറായിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറവായിരിക്കും ആദ്യം എല്ലാവരും വരുമ്പോൾ നോക്കുക. നമ്മൾ ഓരോ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ കിട്ടും. നമുക്ക് സെല്ലറിൽ നമുക്ക് മുകളിലേക്ക് സ്ഥാനം കിട്ടും. അതിനനുസരിച്ച് നമ്മളുടെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടുവരാം. ഇതിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഓർഡേഴ്സ് ക്യൂ ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. പേയ്പാൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പേയ്പാൽ കണക്ട് ചെയ്യാം. പേയ്പാൽ മുഖേന നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കും. പേയ്മെൻറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് അത് അപ്രൂവ് ചെയ്യണം. ക്ലയൻറ്റ് പ്രോജക്റ്റ് ഫിനിഷ്ഡ് എന്ന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈവർ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ആദ്യമേ ഫൈവർ വാങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുക. നമുക്ക് പല സ്റ്റേജുകളായിട്ട്, 3 പ്രത്യേക സ്റ്റേജുകളായിട്ടും പിന്നെ കസ്റ്റമായിട്ടും നമുക്ക് നമ്മുടെ വർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഫൈവർ തരുന്നുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് $5 വെച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ $10 നമ്മൾ 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമെന്നോ, $20 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നോ, അങ്ങനെ പല ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ സൈറ്റ് ഫൈവർ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്വർക്ക് എന്ന് പറയുന്ന സൈറ്റാണ്. അപ്വർക്ക് എന്ന് പറയുന്ന സൈറ്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പ്രൊഫഷണൽ കമ്പനികൾ വന്ന് വർക്ക് കൊടുക്കുന്ന ഒരു സൈറ്റാണ് അപ്വർക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതലും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അപ്വർക്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്വർക്കിൽ നിന്ന് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ക്ലയൻ്റ് ആയിരിക്കത്തില്ല അവിടെ വർക്ക് നൽകുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കമ്പനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ളൊരു വർക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അയക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്വർക്കിൽ പ്രത്യേകം മനസ്സിലാക്കണം, അവിടെ വളരെ കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്കഷൻ ആവരുത്. പ്രൊഫഷണൽ വേയിലുള്ളതായിരിക്കണം. ഒരുപാട് വലിയ രീതിയിൽ ആർട്ടിക്കിൾ എഴുതുന്ന പോലെ എഴുതി ഒരു പ്രപ്പോസൽ അയക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അയക്കുന്ന ആർട്ടിക്കിളിൽ കൃത്യമായി എന്തൊക്കെ നമ്മൾ കൊടുക്കുമെന്നുള്ളതും അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണങ്ങളും വ്യക്തമാക്കി കൊടുക്കുക. ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക. നമ്മൾ റേറ്റ് കുറച്ച്, ആവശ്യമില്ലാത്ത ബാർഗെയിനിങ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അതിനെടുക്കുന്ന സമയം എത്രയാണ്, നമ്മൾ എന്തൊക്കെ റിപ്പോർട്ട്സ് കൊടുക്കും, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്വർക്കിൽ നിന്ന് നമുക്ക് വർക്കുകൾ ലഭിക്കും. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന സൈറ്റിൻ്റെ പേരാണ് freelancer.com. ഫ്രീലാൻസർ വെബ്സൈറ്റിൽ ഓരോരുത്തരും പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ഫ്രീലാൻസേഴ്സ്, നമ്മളെപ്പോലെ നമുക്കും മറ്റുള്ളവരും ആ പ്രോജക്റ്റിന് പല റേറ്റുകൾ സബ്മിറ്റ് ചെയ്യും. ചിലർ 5000 രൂപ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരാൾ 10000 രൂപയായിരിക്കും. 10000 രൂപ സബ്മിറ്റ് ചെയ്തപ്പോൾ മറ്റൊരാൾ 8000 രൂപയ്ക്ക് പറയും, പിന്നെ ഒരാൾ 5000 രൂപയ്ക്ക് പറയും. നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വർക്ക് കിട്ടണമെന്നൊന്നുമില്ല. ക്വാളിറ്റി വർക്ക് ആണ് വരുന്ന ക്ലയൻറ്റ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ,
ഈ വർക്ക് ചെയ്യാൻ പോകുന്നവർ എത്ര പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും, അവരുടെ റേറ്റിംഗ്സ് നോക്കും, അതിനനുസരിച്ചാണ് അവർ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിടുമ്പോൾ വളരെ വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തൊരു വർക്കായിരിക്കും നമുക്ക് കിട്ടുക. ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമ്മൾ അതുപോലെ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് റിവ്യൂ ഒക്കെ എടുത്ത് നമ്മൾ റേറ്റിംഗ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പതിയെ നമ്മുടെ റേറ്റിംഗ് കൂട്ടി വെക്കാം. മറ്റാരെങ്കിലും നമ്മുടെ റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞാലും നമ്മളുടെ ക്വാളിറ്റിയുള്ള വർക്കുകളാണെന്നുള്ള റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വരുന്ന ക്ലയൻറ്റ്സ് നമുക്ക് തന്നെ വർക്ക് നൽകും. നല്ലൊരു സൈറ്റാണ് freelancer.com. കണ്ടന്റ് റൈറ്റിംഗ് മുതൽ എന്ത് വർക്കുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കവിടെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്രീലാൻസറിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത് വെക്കാം. വർക്കുകൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്കത് ഔട്ട്സോഴ്സ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ അങ്ങനെ പോലും നിങ്ങൾക്ക് ഫ്രീലാൻസറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൈറ്റുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 4ാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കണ്ടന്റ്ലി ആണ്. കണ്ടന്റ്ലി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഫ്രീലാൻസേഴ്സ് ഉള്ളൊരു സൈറ്റാണ്. ഹൈ ക്വാളിറ്റി ഫ്രീലാൻസേഴ്സ് വർക്കുകൾ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രൊഫൈൽ വളരെ ഡീപ്പായിട്ട് ബിൽഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ആരാണ്, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് മാത്രമാണ് കണ്ടന്റ്ലിയിൽ ചിലപ്പോൾ നമ്മൾ ഫ്രീലാൻസറായിട്ട് അപ്രൂവൽ തന്നെ അവർ നൽകുകയുള്ളൂ. പക്ഷേ അവിടെ കിട്ടുന്ന വർക്കുകൾ വളരെ വാല്യൂ ഉള്ള വർക്കുകളാണ്. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കണ്ടന്റ്ലി. അവിടെ വരുന്ന ക്ലയൻറ്റുകളും നല്ല രീതിയിൽ പേയ്മെൻറ്റ് നൽകുന്നുണ്ട്. നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റ് ഫ്രീലാൻസേഴ്സിൻ്റെ ക്വാളിറ്റിയും വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടന്റ്ലി ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കണ്ടന്റ്ലി പോലൊരു സൈറ്റ്. നല്ല രീതിയിൽ റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ 5ാമത്തെ വെബ്സൈറ്റ് clearvoice.com. clearvoice.com എന്ന് പറയുന്ന സൈറ്റിലും നിങ്ങൾക്ക് ഫ്രീലാൻസറായിട്ട് രജിസ്റ്റർ ചെയ്യാം. കൂടുതലും പുറത്തു നിന്നുള്ള വർക്കുകളായിരിക്കാം ഇതുപോലുള്ള സൈറ്റുകളിൽ വരുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. നല്ല രീതിയിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഈ ക്ലിയർ വോയിസിൽ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ CV ഒക്കെ ബിൽഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. നമുക്കൊരു പോർട്ട്ഫോളിയോ പോലെ ക്രിയേറ്റ് ചെയ്തിടാൻ സാധിക്കും, നമ്മുടെ കംപ്ലീറ്റഡ് വർക്ക്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾ നമ്മളുടെ ആദ്യം കാണുന്നത് നമ്മളുടെ ഈ ഒരു പ്രൊഫൈലാണ്. ഈ പ്രൊഫൈൽ കണ്ടതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വർക്കുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് clearvoice.comലും ഒരു ഫ്രീലാൻസറായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ 6ാമത്തെ പ്ലാറ്റ്ഫോം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു B2B സൊല്യൂഷനാണ്. ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് അറിയാവുന്നവരായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒരു കാരണവശാലും ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ വെൽ ബിൽഡ് ചെയ്യാതിരിക്കരുത്. ലിങ്ക്ഡിൻ വഴി ഒരുപാട് വർക്കുകൾ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, ഒരുപാട് ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ്സ് സോഷ്യൽ മീഡിയയിലും FBയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മാത്രം പോസ്റ്റ് ഇട്ട് നടക്കാതെ ലിങ്ക്ഡിനിലേക്കും കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക. ലിങ്ക്ഡിൻ്റെ ബിസിനസ് പ്രൊഫൈലാക്കുക, നിങ്ങളുടെ ബിസിനസ് പേജ് ആക്കുക. അതിനുശേഷം അവിടെ നിങ്ങളുടെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഹാഷ്ടാഗുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, ഫ്രീലാൻസ് വർക്കിന് വേണ്ടിയുള്ളത്. നല്ല രീതിയിൽ മറ്റുള്ള കമ്പനി ഓണേഴ്സുമായിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ ലിങ്ക്ഡിൻ യൂസ്ഫുൾ ആണ്. ലിങ്ക്ഡിനിൽ നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് വർക്കുകൾ ലഭിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് ലിങ്ക്ഡിൻ ഉപയോഗിച്ച് മാത്രം പുറത്തു വന്ന US-ൽ നിന്നുമൊക്കെ ഒരുപാട് വർക്കുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ കുറച്ച് സീരിയസ് ആയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രീലാൻസ് വർക്കുകൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ടൂളും ഈ പറയുന്നത് പോലെ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ വെൽ ബിൽഡ് ചെയ്യണം നമ്മുടെ പ്രൊഫൈൽ. ആ ഒരു ടൂളിലും വരുന്ന വർക്കുകൾ ക്വാളിറ്റി വർക്കുകൾ മാത്രമാണ്, സാധാരണ രീതിയിലുള്ള വർക്കുകളല്ല. സാധാരണ രീതിയിലുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫൈവർ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറയുന്നു. പിന്നെയുള്ളത് നിങ്ങൾ ഫൈവറും ലിങ്ക്ഡിനും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ പതിയെ മറ്റുള്ള ഫ്രീലാൻസറിലും അപ്വർക്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ജമ്പ് ചെയ്യുക. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരേപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫ്രീലാൻസേഴ്സിൻ്റെ പ്രൊഫൈലുകൾ നിങ്ങൾ നല്ലപോലെ സ്റ്റഡി ചെയ്യുക. അല്ല നമ്മൾ പോയി നമുക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് കൊടുത്തിട്ട് പോവുകയല്ല. എല്ലാ കമ്പനികളിലും അവരുടെ പ്രൊഫൈൽ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. അവരുടെ സർട്ടിഫിക്കേഷൻസ് ഇതൊക്കെ നമുക്കുണ്ടോ, നമുക്കും അവരുടെ ഒപ്പം കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളവിടെ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ ഫൈവറിൽ ഇതുവരെയായിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവറിൽ അക്കൗണ്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്ത് തുടങ്ങാം.
ഇനി അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനോ ഫ്രീലാൻസ് വർക്കുകൾ സ്വീകരിക്കാനാണെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ പോകാം. ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഫൈവറിലാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഫൈവറിൽ പോയി രജിസ്റ്റർ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. Till then, bye. Signing off, Subin Yusuf from Digimark Academy.